റെഡ്മി 7 എന്ന് പറയുന്ന മൊബൈൽ ഫോണിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. കേവലം 7000 രൂപയ്ക്ക് സ്നാപ്ഡ്രാഗൺ 632 എന്ന് പറയുന്ന വളരെ മികച്ച ഒരു പ്രോസസ്സറുമായിട്ട് വരുന്നു എന്നത് തന്നെയാണ് റെഡ്മി 7ൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. വേറൊരു അർത്ഥത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മോട്ടോ G7ൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ പ്രോസസ്സർ തന്നെയാണ്. മോട്ടോ G7ൻ്റെ വില എന്ന് പറയുന്നത് 14000 രൂപയാണ്. ആ മൊബൈൽ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ പ്രോസസ്സറോട് കൂടിയ മൊബൈൽ ഫോണ് റെഡ്മി കേവലം 7000 രൂപയ്ക്ക് ഇന്ത്യൻ വിപണിയിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നു എന്നത് തന്നെയാണ് റെഡ്മി 7ൻ്റെ ഏറ്റവും മികച്ച പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ റെഡ്മി നോട്ട് 7 10000 രൂപയ്ക്കും റെഡ്മി നോട്ട് 7 പ്രോ 14000 രൂപയ്ക്കും ഇന്ത്യൻ വിപണിയിൽ ലഭ്യമാണ്. രണ്ടും വൻതോതിലാണ് വിറ്റഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. റെഡ്മി 7 കൂടി വരുന്നതോടുകൂടി തീർച്ചയായിട്ടും ഷവോമിയുടെ കച്ചവടം ഉഷാറാകുമെന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന റെഡ്മി 7ൻ്റെ ആ ഒരു സ്പെസിഫിക്കേഷൻസ് 7000 രൂപയ്ക്ക് വരുന്ന ഈ ഒരു മൊബൈൽ ഫോൺ എത്രത്തോളം നല്ല മൊബൈൽ ഫോണാണോ എന്നും, അതേപോലെ തന്നെ ഈ മൊബൈൽ ഫോണിൻ്റെ ഫുൾ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഡിസ്പ്ലേ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 6.26 ഇഞ്ച് HD+ ഡിസ്പ്ലേയുമായിട്ടാണ് റെഡ്മി 7 വരുന്നത്. അതേപോലെ തന്നെ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഇതിൻ്റെ സ്ക്രീൻ ഉണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും 7000 രൂപ അടുത്തുള്ളൊരു മൊബൈൽ ഫോണിൽ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് എന്നുള്ളതാണ്. 6.26 ഇഞ്ച് HD+ ഡിസ്പ്ലേയോട് കൂടിയ ചെറിയ വാട്ടർ ഡ്രോപ്പ് ടൈപ്പ് നോച്ചോട് കൂടിയ, അതായത് നമ്മൾ റെഡ്മി നോട്ട് 7ലും നോട്ട് 7 പ്രോയിലും ഒക്കെ കണ്ട അതേ ഡിസൈൻ തന്നെയാണ്. പക്ഷേ ഗ്ലാസ് ബോഡിക്ക് പകരം പ്ലാസ്റ്റിക് ബോഡിയിലാണ് ഈ പറയുന്ന റെഡ്മി 7 നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വളരെ മികച്ച ഒരു മൊബൈൽ ഫോൺ തന്നെയാണ്. പ്രത്യേകിച്ച് 7000 രൂപയ്ക്ക് അടുത്ത് ലഭ്യമായതിൽ വെച്ച് നല്ല മൊബൈൽ ഫോൺ തന്നെയാണ്. തീർച്ചയായിട്ടും 7000-നും 8000-നും അടുത്ത് വിലയുള്ള ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ തന്നെയാണിത്. അപ്പോൾ ഡിസൈൻ്റെ കാര്യവും ബിൽഡിൻ്റെ കാര്യവും കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോസറിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച പ്രോസറാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 14000 രൂപ വിലയുള്ള മോട്ടോ G7ൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ പ്രോസറായ സ്നാപ്ഡ്രാഗൺ 632 എന്ന് പറയുന്ന നല്ലൊരു മിഡ് റേഞ്ച് പ്രോസറാണ് ഈ പറയുന്ന റെഡ്മി 7 കമ്പനി ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഇതിനു മുമ്പുണ്ടായിരുന്ന റെഡ്മി 4 അല്ലെങ്കിൽ റെഡ്മി 5, അതിനു മുമ്പുണ്ടായിരുന്ന മൊബൈൽ ഫോണുകളിലൊക്കെ ഒന്നുകിൽ സ്നാപ്ഡ്രാഗൺ 400 സീരീസിലുള്ള പ്രോസർ ഉപയോഗിക്കും, അല്ലെങ്കിൽ മീഡിയാടെക്കിൻ്റെ പ്രോസർ ഉപയോഗിക്കും. പക്ഷേ ഇപ്പോൾ ഇവിടെ സ്നാപ്ഡ്രാഗണിൻ്റെ 600 സീരീസിലുള്ള പ്രോസർ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതായത് നല്ല ഒരു പെർഫോമൻസ്, 7000 രൂപ വിലയുള്ള മൊബൈൽ ഫോണിൽ നല്ലൊരു പെർഫോമൻസോട് കൂടിയ ഒരു പ്രോസർ ലഭിക്കുമെന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണെന്നുള്ളതാണ്. ക്യാമറയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ ഉപയോഗിച്ചിരിക്കുന്നത് റെഡ്മി നോട്ട് 7ൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. അതായത് 12+2 മെഗാ പിക്സലിൻ്റെ ബാക്ക് ക്യാമറയാണ് റെഡ്മി 7 കമ്പനി കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ചിത്രങ്ങൾ എടുക്കാൻ തീർച്ചയായിട്ടും, അതായത് 7000 രൂപ ലെവലിലുള്ള ആ മൊബൈൽ ഫോണുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മികച്ച ചിത്രങ്ങൾ എടുക്കാൻ ഈ പറയുന്ന റെഡ്മി 7ൻ്റെ ബാക്ക് ക്യാമറയ്ക്ക് സാധിക്കുമെന്നുള്ളതാണ്. അടുത്തതായിട്ട് ഫ്രണ്ട് ക്യാമറയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 8 മെഗാ പിക്സലിൻ്റെ സിംഗിൾ ക്യാമറയാണ് ഫ്രണ്ട് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും തരക്കേടില്ലാത്ത സെൽഫി എടുക്കാൻ തീർച്ചയായിട്ടും റെഡ്മി 7ൻ്റെ ഫ്രണ്ട് ക്യാമറയ്ക്ക് 8 മെഗാ പിക്സലിൻ്റെ ആ ഒരു ക്യാമറയ്ക്ക് സാധിക്കുമെന്നുള്ളതാണ്. അടുത്തതായിട്ട് ബാറ്ററിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഒരു ബാറ്ററി തന്നെയാണ്. അതായത് 4000 mAh ബാറ്ററിയാണ് ഈ പറയുന്ന റെഡ്മി 7 കമ്പനി കൊടുത്തിരിക്കുന്നത്. 2 ദിവസം ബാറ്ററി ബാക്കപ്പ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇതിൽ ഫുൾ HD+ ഡിസ്പ്ലേ ഇല്ല, പകരം HD+ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് എന്നതുകൊണ്ട് ആ ഒരു ബാറ്ററിയുടെ യൂസേജ് പിന്നെയും കൂടുതൽ കിട്ടുമെന്നുള്ളതാണ്. അതായത് ബാറ്ററി യൂസേജ് വളരെ കുറവായിരിക്കും. ഫുൾ HD+ ഡിസ്പ്ലേക്ക് എടുക്കുന്ന അത്രയും ആ ഒരു പവർ ശരിക്കും പറഞ്ഞാൽ HD+ ഡിസ്പ്ലേക്ക് ആവശ്യമായിട്ട് വരികയില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതും ബാറ്ററി ബാക്കപ്പ് കൂടാനുള്ള ഒരു കാരണമായിരിക്കും. അതേപോലെ തന്നെ 10 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറുമായിട്ടാണ് ഈ പറയുന്ന റെഡ്മി 7 വരുന്നത്. 10 വാട്ടിൻ്റെ ആ ഒരു ചാർജർ ബോക്സിനകത്തുണ്ടായിരിക്കും. തീർച്ചയായിട്ടും അതും വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ IR ബ്ലാസ്റ്ററും 3.5mm ഹെഡ്ഫോൺ ജാക്കും, അതേപോലെ ബാക്ക് സൈഡിൽ ഫിംഗർ പ്രിൻറ് സ്കാനറും ഫേസ് അൺലോക്കും എല്ലാം ഉള്ള നല്ലൊരു മൊബൈൽ ഫോൺ തന്നെയാണ് ഈ പറയുന്ന റെഡ്മി 7 എന്ന് പറയുന്നത്. ആൻഡ്രോയിഡ് 9 പൈയിലാണ് ഈ പറയുന്ന റെഡ്മി നോട്ട് 7 വരുന്നത്. അതേപോലെ തന്നെ MIUI 10 ഉണ്ട്. തീർച്ചയായിട്ടും വളരെ മികച്ച ഒരു മൊബൈൽ ഫോൺ, അതായത് 7000-8000 രൂപ റേഞ്ചിൽ ലഭ്യമായതിൽ വെച്ച് വളരെ മികച്ച ഒരു മൊബൈൽ ഫോൺ തന്നെയാണ് ഈ പറയുന്ന റെഡ്മി 7 എന്ന് പറയുന്നത്. ഇതിൻ്റെ വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2+16 GB 2+16 GB വില തുടങ്ങുന്നത് 7000 രൂപയ്ക്കാണ്. ഇനിയും 3+32 GB ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ 8000 രൂപ കൊടുക്കണം. 4+64 GB വേരിയൻറ്റിന്
10,000 രൂപയാണ് വില. തീർച്ചയായിട്ടും 7,000 8,000 റേഞ്ചിൽ മൊബൈൽ ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് 2GB 16GB അല്ലെങ്കിൽ 3+32GB ആണ് എടുക്കാൻ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന റെഡ്മി 7ൻ്റെ വേരിയൻറ്റ് 7,000-നും 8,000-നും എടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നല്ലൊരു മൊബൈൽ ഫോൺ തന്നെയാണ്. ആ ഒരു റേഞ്ചിൽ 7,000 8,000 റേഞ്ചിലുള്ള മൊബൈൽ ഫോണുകൾ വെച്ച് നല്ലൊരു മൊബൈൽ ഫോൺ തന്നെയാണ് ഈ പറയുന്ന റെഡ്മി 7 എന്ന് പറയുന്നത്. റെഡ്മി 7 ഒരു എതിരാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിയൽമി 3 ആയിരിക്കും എന്നുള്ളതാണ്. റിയൽമി 3 9,000 രൂപയ്ക്ക് 3+32GB ആ ഒരു വേരിയൻറ്റ് അവൈലബിൾ ആണ്. റെഡ്മി 7ൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്മി 7 വന്നിരിക്കുന്നത് ട്രിപ്പിൾ സ്ലോട്ട് സിം ട്രേയോട് കൂടിയാണ്. നമ്മൾ റെഡ്മി നോട്ട് 7 എടുത്താലും അല്ലെങ്കിൽ റെഡ്മി നോട്ട് 7 Pro എടുത്താലും രണ്ടിലും നമുക്ക് കാണാൻ സാധിക്കുക ഡ്യുവൽ സിം ട്രേ ആണ്. അതായത് 2 സിം സ്ലോട്ട് മാത്രമേ ആ മൊബൈൽ ഫോണുകളിലുള്ളൂ. അതേസമയം റെഡ്മി 7ൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 സിം ട്രേയോട് കൂടിയ 3 സിം സ്ലോട്ടോട് കൂടിയ സിം ട്രേ ആണ് ഈ പറയുന്ന റെഡ്മി 7 തീർച്ചയായിട്ടും അതും വളരെ നല്ലൊരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വളരെ നല്ലൊരു മൊബൈൽ ഫോൺ തന്നെയാണ് റെഡ്മി 7 എന്ന് പറയുന്നത്. കാരണം സ്നാപ്ഡ്രാഗൺ 632 പ്രോസറുണ്ട്, അതേപോലെ തന്നെ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5ൻ്റെ സംരക്ഷണമുണ്ട്, അതേപോലെ 4000 mAh ബാറ്ററി ഉണ്ട്, ട്രിപ്പിൾ സ്ലോട്ട് സിം ട്രേ ഉണ്ട്. ഇത്രയും ഒരു മികച്ച സ്പെസിഫിക്കേഷനുള്ള മൊബൈൽ ഫോൺ 7,000 രൂപയ്ക്ക് അടുത്ത് വരുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും 7,000 8,000 റേഞ്ചിൽ മൊബൈൽ ഫോൺ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാൻ പറ്റിയ നല്ലൊരു മൊബൈൽ ഫോൺ തന്നെയാണ് ഈ പറയുന്ന റെഡ്മി 7 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ മറ്റ് പുതിയ ടെക് വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു പുതിയ ടെക് വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.